വി.കെ. പ്രശാന്ത് എം.എൽ.എയുടെ ഓഫീസ് ഒഴിയണമെന്ന ആർ ശ്രീലേഖയുടെ ആവശ്യത്തെ രാഷ്ട്രീയമായി നേരിടാനാണ് സിപിഐഎം നീക്കം. മര്യാദയില്ലാത്ത നടപടിയാണ് ശ്രീലേഖയുടേതെന്ന് സിപിഎം ആരോപിച്ചു. ശ്രീലേഖയ്ക്ക് അധികാരം കിട്ടിയതിന്റെ ധാർഷ്ട്യമാണെന്ന് മന്ത്രി എം.ബി. രാജേഷും ജനാധിപത്യ മര്യാദകളുടെ ലംഘനമെന്ന് കടകംപള്ളി സുരേന്ദ്രനും ധിക്കാരമെന്ന് മന്ത്രി വി. ശിവൻകുട്ടിയും പ്രതികരിച്ചു. നമുക്ക് ആ പ്രതികരണങ്ങളൊന്ന് കേൾക്കാം. അങ്ങേയറ്റം മര്യാദയില്ലാത്ത, ജനാധിപത്യ മര്യാദ പോയിട്ട് സാമാന്യ മര്യാദ പോലും ഇല്ലാത്ത ഒരു നടപടിയായി പോയി. ബി.ജെ.പി. ജയിച്ചപ്പോഴേക്കും അവരുടെ അസഹിഷ്ണുത, ജനാധിപത്യ വിരുദ്ധത പ്രകടിപ്പിച്ചു തുടങ്ങി. അന്നത്തെ നഗരസഭയുടെ കൗൺസിൽ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കരാറ് വെച്ച് വാടകയ്ക്കെടുത്ത ഒരു ഓഫീസ് മന്ദിരം അങ്ങ് ഒഴിഞ്ഞേക്കണമെന്ന് പറയാനുള്ള അഹങ്കാരം ഇവർക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന എന്റെ ചോദ്യം എന്ന് പറയുന്നത്. മേയറാണ് അതിന് മറുപടി പറയേണ്ടത്. അധികാരം ഏറ്റിട്ട് 3 ദിവസമേ ആയുള്ളൂ. അതിന് മുമ്പ് തന്നെ ഗുജറാത്ത് മോഡലും UP മോഡലും നിർബന്ധപൂർവം തങ്ങൾക്ക് കിട്ടിയ അധികാരം അത് തെറ്റായ രൂപത്തിൽ പ്രയോഗിക്കുന്ന രീതി തുടരാൻ വേണ്ടി പോകുന്നത്. അതൊന്നും ഈ കോർപ്പറേഷൻ ആണോ അവസാന വാക്ക് പറയേണ്ടത്? റഹീസ് റഷീദ് നമുക്കൊപ്പം. റഹീസ് റഷീദ്, ഗുഡ് ഈവനിംഗ്. കോർപ്പറേഷന്റെ ഭരണം പോയ ഇടതുപക്ഷത്തിന് തിരിച്ചടിക്കാനുള്ള ഒരു നല്ല ആയുധമായോ ശ്രീലേഖയുടെ ഈ ഒഴിപ്പിക്കൽ? സുജയ, ഉറപ്പായും കിട്ടിയത് CPM-നെ സംബന്ധിച്ചൊരു പിടിവള്ളിയാണ്. അവർ അതിൽ കയറി പിടിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് BJP രാഷ്ട്രീയപരമായ ഒരു തീരുമാനമെടുത്തിട്ട് ശ്രീലേഖ പറഞ്ഞതാണെന്ന് അവർ കരുതുന്നില്ല. പക്ഷേ അതങ്ങനെയാണ് എന്ന തരത്തിലുള്ള പ്രചരണത്തിനാണ് മന്ത്രിമാരടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ നടത്തുന്നത്. എന്തായാലും മാർച്ച് 31 വരെ അവിടെ നിന്ന് നിയമപരമായി വി.കെ. പ്രശാന്തിനെ പുറത്തിറക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് CPM കരുതുന്നത്. ഇനി പുറത്തിറക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടായാൽ പോലും നിയമപരമായി നേരിടും. നിയമസഭാ തെരഞ്ഞെടുപ്പ് മാർച്ച് മാസം പ്രഖ്യാപിക്കുന്നതോടുകൂടി മാർച്ച് 31 കഴിഞ്ഞ് പുറത്തിറങ്ങേണ്ടി വന്നാൽ പോലും നിയമപരമായി അതിനെ നേരിടാം. പക്ഷേ ടെക്നിക്കലി ആ ഓഫീസ് പിന്നെ ആവശ്യമായി വരികയുമില്ല എന്നതാണ് തീരുമാനം. BJP അധികാരത്തിൽ വന്നാൽ എങ്ങനെയാണ് എതിർ രാഷ്ട്രീയ പാർട്ടികളോട് അവർ പ്രവർത്തിക്കുന്നത് എന്നതിന്റെ ഉദാഹരണമായി ഇതിനെ കേരളം മൊത്തം ചർച്ചയാക്കാൻ മന്ത്രിമാരടക്കം ആ വിഷയം ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നതെന്ന് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. താങ്ക് യു റഹീസ് റഷീദ്.